കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുവാനും പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായി അവരുടെ കബറിടത്തിലേക്ക് നാം പോകാറുണ്ട്. വേദനയിലൂടെയും സഹനത്തിലൂടെയും ദൈവിക ഐക്യം സ്വായത്തമാക്കിയ അൽഫോൻസാമ്മയുടെ കബറിടം നാം സന്ദർശിക്കുമ്പോഴും പ്രാർത്ഥനാ നേർച്ചകൾ സമർപ്പിക്കുമ്പോഴും നമുക്ക് ഒന്നേ ചെയ്യുവാനുള്ളൂ: സഹനത്തിൻ്റെ പാതയിൽ ത്യാഗദീപമായി ജ്വലിച്ച് ആത്മസാക്ഷാത്കാരം കൈവരിക്കുക എന്നത് മാത്രം. വേദന സഹിക്കാത്തവരായി ആരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. വേദന മാറിക്കിട്ടണേ, ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നാം. ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും അത് ഇഷ്ടപ്പെടാത്ത ഒന്ന്, ആർക്കും വേണ്ടാത്ത ഒന്ന്, വേദനയില്ലാത്ത ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നവരാണ് നാം എല്ലാം. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനാണ് നാം ദൈവത്തിൻ്റെ പക്കലേക്കും വിശുദ്ധരുടെ പക്കലേക്കും തിരിയുക. ഇന്ന് അൽഫോൻസാമ്മയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നതും ഈ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. ഒരു കാര്യം ആദ്യമേ തന്നെ വ്യക്തമാക്കിക്കൊള്ളട്ടെ: വേദനയില്ലാത്ത ഒരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് തരുവാൻ ദൈവത്തിനോ അൽഫോൻസാമ്മയ്ക്കോ കഴിയുകയില്ല. മനുഷ്യൻ വേദന സഹിച്ചേ മതിയാവൂ. വേദനയോടെ നാം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, വേദനയിൽ ജീവിക്കുന്നു, വേദനയോടെ ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. എന്താണ് ഇങ്ങനെ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കാറുണ്ട്. കാരണം ഒന്നേയുള്ളൂ: മനുഷ്യൻ പരിമിതനാണ്. പരിമിതികളോടെയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. ആ പരിമിതിയുടെ ഭാഗമാണ് വേദന. പരിമിതിയുടെ അനുഭവമാണ് സഹനം. ഇല്ലായ്മയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ആശങ്ക. പൂർണ്ണതയെക്കുറിച്ചുള്ള ആശയും ആശങ്കയുമാണ് പലപ്പോഴും മനോവേദന ഉളവാക്കുന്നത്. ദൈവത്തിന് ഇതൊന്നുമില്ല. കാരണം അവിടത്തേക്ക് പരിമിതികളില്ല, അപൂർണതയില്ല. നമുക്ക് ഇന്ന് രണ്ടുമുള്ളതുകൊണ്ടാണ് ഇല്ലായ്മയുടെയും സഹനത്തിൻ്റെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എങ്ങനെ വേദന സഹിക്കാം എന്നതാണ് സഹിച്ചു മരിച്ച ഈശോയിൽ നിന്നും നാം പഠിക്കേണ്ടത്. മനുഷ്യന് എങ്ങനെ സഹിക്കാൻ സാധിക്കും, എങ്ങനെ മഹത്വത്തിലേക്കുള്ള മാർഗമാക്കാം, സ്വർഗത്തിൽ ഒരു മുതൽക്കൂട്ടാക്കാം എന്നെല്ലാം ദിവ്യനാഥൻ വ്യക്തമായി തൻ്റെ കുരിശിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും മതസ്ഥാപകരും വിശദമായി വിശകലനം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് വേദന. അതിനെ ഇല്ലാതാക്കാമെന്നും മറികടക്കാമെന്നും വളർച്ചയുടെ വഴിയാക്കാമെന്നും മഹത്വത്തിൻ്റെ മാർഗമാക്കാമെന്നും ഒരേ സ്വരത്തിൽ ഇവരെല്ലാം അഭിപ്രായപ്പെടുന്നു. അൽഫോൻസ ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ നമ്മുടെ ഇടയിൽ നമുക്കായി അവൾ മാതൃകയായി നിലകൊള്ളുന്നു. ഒരു സ്നേഹിതൻ ഒരിക്കൽ റബിയോട് ചോദിച്ചു: ദൈവം തന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മനുഷ്യന് എങ്ങനെ അറിയാൻ സാധിക്കും? റബി പറഞ്ഞു: ദൈവാനുഗ്രഹം എന്ന് കരുതുന്നതിനെ നീ എങ്ങനെ സ്വീകരിക്കുന്നുവോ അതുപോലെ തന്നെ വേദനകളും നിനക്കിഷ്ടമില്ലാത്തവയും സ്വീകരിക്കാൻ നിനക്ക് കഴിവുണ്ടാകുമ്പോൾ ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാക്കാം. സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വിവേചിച്ചറിയാൻ മാത്രമുള്ള ആധ്യാത്മിക ശക്തി പ്രാപിക്കുകയാണ്.
ഏറ്റവും ആവശ്യമെന്ന് ഇതിൽ നിന്ന് തെളിയുന്നു. ഈ ആധ്യാത്മിക ശക്തിക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ ശക്തി നേടിയെടുത്തവളാണ് അൽഫോൻസാമ്മ. അവളുടെ വിശുദ്ധിയുടെ രഹസ്യം ഇതാണ്. ആ രഹസ്യം വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേദന കൊണ്ട് ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ നീ എന്തു ചെയ്യുന്നുവെന്ന് മെത്രാനച്ചൻ ചോദിച്ചതിന് ഞാൻ സ്നേഹിക്കുന്നു എന്നവൾ ഉത്തരമരുളി. വേദനിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല, പ്രാർത്ഥിക്കുവാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്നേഹിക്കാൻ സാധിക്കും എന്ന് ഈശോ കാണിച്ചു തന്നു. അതാണ് കുരിശിൻ്റെ അർത്ഥം. അതിനെ കർത്താവ് ആശ്ലേഷിച്ചപ്പോൾ ദൈവം തന്നിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് അവിടത്തേക്ക് ഉറപ്പായി. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പിതാവിനെയും മനുഷ്യനെയും സ്നേഹിച്ചു. പിതാവിൻ്റെ ഹിതാനുസരണം സ്വയം അർപ്പണം ചെയ്ത ഈശോ തൻ്റെ കുരിശ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാക്കി മാറ്റി. ക്രിസ്തു നിർവഹിച്ച ഈ ജീവിതം തൻ്റെ ജീവിതത്തിൽ പൂർത്തിയായപ്പോഴാണ് അവൾക്കും പറയാൻ സാധിച്ചത് ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അവൾ വേദനയെ സ്നേഹമാക്കി മാറ്റി. സഹിച്ചുകൊണ്ട് സ്നേഹിച്ചു, സ്നേഹിച്ചുകൊണ്ട് മരിച്ചു. സ്വന്തം വേദനയെക്കുറിച്ച് മാത്രം ചിന്തിച്ചും പരാതി പറഞ്ഞും അന്തർമുഖിയായി കഴിയാതെ ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും അവൾ കണ്ടു. ആ ദർശനമാണ് അവളെ മഹത്വത്തിലേക്ക് നയിച്ചത്. എൻ്റെ മണവാളൻ കുരിശിലല്ലേ, അവിടുത്തെ സഹനത്തിൽ എനിക്കും പങ്കുണ്ട്. അതിനാൽ ലൗകിക ആശ്വാസങ്ങൾ എനിക്ക് കൈപ്പാക്കി മാറ്റണമേ എന്നവൾ പ്രാർത്ഥിച്ചു. ഇത്രയും പറയുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിച്ചില്ല എങ്കിലും വേദനകളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി സഹിക്കാനെങ്കിലും നാം ഇന്ന് പഠിക്കണം. അതിനായി പ്രാർത്ഥിക്കണം. നിരാശയുടെയും ശാപത്തിൻ്റെയും പ്രതികരണങ്ങളാണ് വേദനകളുടെ അവസരങ്ങളിൽ നമ്മിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് മാറ്റി ശാന്തിയും പ്രത്യാശയും നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 49 വർഷം ഒരേ കിടപ്പിൽ തളർന്ന് കിടന്ന് സഹിച്ച ഒരു സ്ത്രീയെ എനിക്കറിയാം. പരാതിയുടെ ഒരു വാക്ക് ഒരിക്കലും ആരും കേട്ടിട്ടില്ല. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷവതിയായി കിടന്നു മരിച്ചു. കുറേ നാളുകളായി ക്യാൻസർ പിടിപെട്ട് കഴുത്തിന് താഴോട്ട് മുഴുവൻ തളർന്ന് മരണം പ്രതീക്ഷിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരി സ്ത്രീയെയും ഈയിടെ കാണാൻ ഇടയായി. അസഹനീയമായ വേദന സഹിക്കുന്നെങ്കിലും അത് കാണിക്കാതെ ചിരിച്ചും പ്രാർത്ഥിച്ചും ഒരേ കിടപ്പിൽ കിടക്കുകയാണവൾ. സ്നേഹമുള്ളവരെ, സഹനത്തിൻ്റെ സുന്ദര മാതൃകകൾ നമ്മുടെ ഇടയിൽ ഇന്നും ഉണ്ട്. അവയൊക്കെ നമ്മെ ഉത്തേജിപ്പിക്കട്ടെ. ഒരിക്കൽ അൾത്താര ബാലന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി വികാരിയച്ചൻ പ്രസംഗ മത്സരം നടത്തുകയാണ്. ഒരാൾ പ്രസംഗിച്ചു, ദൈവം എല്ലായിടത്തുമുണ്ട്, അവിടുന്ന് എല്ലാം കാണുന്നു, അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. ഇത് കേട്ട് ഒരു സ്ത്രീ നെഞ്ചിൽ അടിച്ച് അലറിക്കൊണ്ട് ആ ഹോളിലേക്ക് കടന്നു വന്നു. അവർ അലറി, എവിടെ നിൻ്റെ ദൈവം? എൻ്റെ മകനെ അവ തല്ലിക്കൊന്ന് വഴിയിലെറിഞ്ഞപ്പോൾ എവിടെയായിരുന്നു നിൻ്റെ സ്നേഹിക്കുന്ന ദൈവം? ഉത്തരം കൊടുക്കാൻ വികാരിയച്ചൻ പ്രസംഗകനോട് പറഞ്ഞു. ആ ബാലൻ അല്പനേരം പകച്ചു നിന്നിട്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു. തൻ്റെ പ്രിയപുത്രനെ കുരിശിൽ തറച്ചപ്പോൾ ദൈവം എവിടെ ആയിരുന്നുവോ അവിടെ തന്നെ.
വലിയ ഉൾക്കാഴ്ചയുള്ള ഒരു ഉത്തരമാണ് ഇത്. നമ്മുടെ വിശ്വാസവും ഇതായിരിക്കണം. ഈ വിശ്വാസമാണ് വിശുദ്ധരുടെ മഹത്വത്തിന് നിദാനം. സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടു. സഹനം സ്നേഹമാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി സ്നേഹമായി അതിനെ സ്വീകരിച്ചു. മനുഷ്യരക്ഷയുടെ മാർഗമായി അതിനെ ഉയർത്തി. കുരിശിന് പുകഴ്ച നൽകി. നാം കുരിശ് വഹിക്കുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, പിതാവായ ദൈവം അതേ സ്ഥാനത്ത് അതേ വിധത്തിൽ ഉണ്ട്. അവിടുന്ന് എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മെ വിശുദ്ധീകരിക്കുവാനും ആഴമായി വിശ്വസിച്ച് പൂർണ്ണമായി സ്നേഹിക്കുവാൻ പഠിപ്പിക്കുവാനുമായി അവിടുന്ന് അവിടെ തന്നെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. സഹിക്കാൻ അനുവദിച്ചുകൊണ്ട് അതിന് ശക്തി നൽകിക്കൊണ്ട് ക്രൂശിതനിലേക്ക് അവിടുന്ന് നമ്മെ അടുപ്പിക്കുന്നു. ഇതായിരുന്നു അൽഫോൻസാമ്മയുടെ വിശ്വാസവും അനുഭവവും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ മഹത്വവും സഹനത്തിൻ്റെ മാധുര്യവും സമർപ്പണത്തിൻ്റെ സാഹസികതയും എടുത്തു കാട്ടുന്ന ജീവിതം അവൾ നമുക്ക് കാണിച്ചു തരുന്നു. വിശുദ്ധ ക്ലാരയുടെ ക്രൂശിതനോടുള്ള സ്നേഹവും അസീസിയുടെ ലാളിത്യവും ചാവറേച്ചൻ്റെ ധ്യാനാത്മകതയും സ്വന്തമാക്കി ധന്യയായ അൽഫോൻസാമ്മ വേദനയിൽ അർത്ഥം കണ്ടെത്തുവാനും സഹനത്തിൽ സ്നേഹിക്കുവാനും ക്രൂശിതനെ നോക്കി ധ്യാനിക്കുവാനും നമ്മെ പഠിപ്പിക്കട്ടെ. അതിനുള്ള കൃപാവരം കർത്താവായ ഈശോ നമുക്കോരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. IMS അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്നേഹപൂർവം, പ്രശാന്തച്ചൻ.